വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. വരാനിരിക്കുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അതുപോലെ തന്നെ ഓവർസിയർ ഫസ്റ്റ് ഗ്രേഡിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഡിഫ്ലക്ഷൻ ഓഫ് ബീമിലുള്ളതാണ്. അപ്പോൾ ഓരോ ബീം, ആ ബീമിൻ്റെ സ്ലോപ്പ് എന്താണ്, ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് കാൻഡിലിവർ ബീമിൻ്റെ സെക്ഷൻസ് ആണ്. കാൻഡിലിവറിൽ മൊമെൻറ്റ് അപ്ലൈ ചെയ്താൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിലൊരു ലോഡ് ആക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും, UDL ആണെങ്കിൽ എങ്ങനെ, UVL ആണെങ്കിൽ എങ്ങനെ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മളൊരു കാൻഡിലിവർ ബീമാണ് വരയ്ക്കുന്നത്. സോ ഈ കാൻഡിലിവർ ബീമിൽ ആദ്യം ഒരു മൊമെൻ്റാണ് അപ്ലൈ ചെയ്യുന്നത്. മൊമെൻ്റ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പം കാൻഡിലിവർ ബീമിൽ മൊമെൻ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ML/EI. അതുപോലെ തന്നെ അവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈ ML എങ്കിൽ ഇവിടെ ഡിഫ്ലക്ഷനിൽ വരുമ്പോൾ ഒരു സ്ക്വയർ ആണ് വരുന്നത്, ML²/2EI. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ML/EIയും ഡിഫ്ലക്ഷൻ ML²/2EI ആണ് വരുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ കേസിൽ പറയുന്നത് കാൻഡിലിവർ ബീം തന്നെ, പക്ഷേ അതിൽ ലോഡ് ഫ്രീ എൻഡിലാണ് ഒരു ലോഡ് ആക്ട് ചെയ്യുന്നത്, പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. സോ പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്ന W. അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെയാണ് സ്ലോപ്പ് എന്ന് നോക്കാം. സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെ വരുമ്പം മൊമെൻ്റ് അല്ല, വെയിറ്റ് ആണ്, എന്ന് വെച്ചാൽ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. സോ W ആണ് വരുന്നത്. WL²/2EI. അതുപോലെ ഡിഫ്ലക്ഷൻ എടുക്കുമ്പോൾ ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു WL² എന്ന് വരുമ്പോൾ ഇവിടെ എങ്ങനെ വരും, WL³/2 എന്നുള്ളത് ഇവിടെ മാറി 3EI ആവും. അപ്പോൾ ആദ്യത്തെ പഠിച്ച സമയത്ത് നമ്മൾ ആണ് മൊമെൻ്റ് ആണ് വന്നത്. അപ്പം ഒന്ന് ML/EIയും രണ്ടാമത്തെ ML²/2EIയും കിട്ടി ഡിഫ്ലക്ഷൻ. അടുത്ത് ഇപ്പോഴത്തെ കേസസിൽ ഇപ്പോഴും കാൻഡിലിവർ ആണ് എടുത്തത്, പക്ഷേ വ്യത്യാസം എന്താണ്, പോയിന്റ് ലോഡാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഈ കാൻഡിലിവറിൽ ഫ്രീ എൻഡിൽ പോയിന്റ് ലോഡ് കൊടുത്ത സമയത്ത് സ്ലോപ്പ് WL²/2EIയും ഡിഫ്ലക്ഷൻ WL³/3EIയും ആണ് വന്നത്. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ രണ്ട് കേസ് എടുത്തു. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് കാൻഡിലിവർ ബീം തന്നെ, അതിലൊരു UDL ആണ് ആക്ട് ചെയ്യുന്നത്. സോ UDL ആക്ട് ചെയ്യുന്ന കേസസിൽ അവിടെ ഉള്ള സ്ലോപ്പും ഡിഫ്ലക്ഷനും എങ്ങനെയാണെന്ന് നോക്കാം. സ്ലോപ്പ് WL² വ്യത്യാസമൊന്നുമില്ല, WL²/6EI. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ 3യിലാണ് നിർത്തിയത്, ഡിഫ്ലക്ഷൻ 3EI എന്നാണ് പറഞ്ഞത്. അടുത്ത കണ്ടീഷനിൽ വന്നപ്പോൾ സ്ലോപ്പ് 6EI, WL²/6EI. അതുപോലെ തന്നെ അവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് WL³, സ്ക്വയർ മാറി L³ 6 മാറി വീണ്ടും 2 കൂടി 8EI. ഓക്കെ, 8EI, WL³/8EI. നെക്സ്റ്റ് കണ്ടീഷൻ നെക്സ്റ്റ് കേസ് കാൻഡിലിവർ തന്നെ, പക്ഷേ എങ്ങനെയാണ്, യൂണിഫോംലി വേരിയിങ് ലോഡാണ് വരുന്നത്. അപ്പോൾ യൂണിഫോംലി വേരിയിങ് ലോഡിൻ്റെ കണ്ടീഷനിൽ ശ്രദ്ധിക്കുക. നമ്മൾ നോർമലി എങ്ങനെ എടുക്കുന്നത്, ½ W × L എന്നുള്ള കേസ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ എടുക്കുമ്പോൾ W ആയിട്ടല്ല, W × Lൻ്റെ കണ്ടീഷൻ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ്, ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് WL²/12EI. അതുപോലെ ഡിഫ്ലക്ഷൻ WL³ ഇവിടെ നിന്നൊരു 3 കൂടും 15EI. ഓക്കെ, ഇതാണ് കാൻഡിലിവറിൻ്റെ കണ്ടീഷൻ പറയുന്നത്. ഇനി ഇത്രയും കൂടെ ഒരുമിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഒന്ന് ഈസി, ഒരു ട്രിക്ക് പോലെ പറയുന്നതാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പം ആദ്യം ഉദ്ദേശിക്കുന്നത് പറഞ്ഞത് എന്താ, ML/EI അല്ലേ മൊമെൻ്റ് വന്ന കണ്ടീഷൻ, അത് ഞാൻ ഒന്നായിട്ട് എടുത്തു. അടുത്തത് ML²/2EI ആണ്, അത് 1/2. എന്ന് വെച്ചാൽ താഴെയുള്ളത് വെച്ചിട്ട് നമുക്ക് മാറിപ്പോവാതെ എങ്ങനെ ഇത് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പം 1 എന്ന് പറഞ്ഞാൽ ML/EI, 1/2 എന്ന് എഴുതിയിരിക്കണം ML²/2EI ആണ്. വീണ്ടും നോക്കിക്കേ, രണ്ടാമത്തെ കണ്ടീഷനിൽ ആ ഇക്വേഷൻ നോക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ എടുത്ത സമയത്ത് ഇവിടെ 1/2 തന്നെയാണ് വന്നത്, ഇവിടെ വരുമ്പം 3. ഈ സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഈസി വേയിൽ മറക്കാതെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/2ഉം 1/3ഉം. അതുപോലെ തന്നെ UDLൻ്റെ കേസിൽ എങ്ങനെ വന്നു, 1/6ഉം ഒരു 2 കൂടി 1/8. അടുത്ത് ലീനിയർലി വേരിയിങ് ആണെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് വന്നത്, 1/12ഉം വന്നു, ഒരു 3 കൂടി 1/15. അപ്പോൾ വാല്യൂസ് എല്ലാം നമുക്ക് സെറ്റായില്ലേ. ആദ്യത്തെ കേസ് എന്ന് വെച്ചാൽ കാൻഡിലിവറിൽ
മൊമെൻ്റ് ആക്ട് ചെയ്യുന്ന കേസ്. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ പോയിന്റ് ലോഡ് ഫ്രീ എൻഡിൽ. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് UDL ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ കേസ് എന്ന് വെച്ചാൽ യൂണിഫോംലി വേരിയിങ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം, നമ്മുടെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ, സ്ലോപ്പും ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ ആണല്ലോ നമ്മൾ എഴുതി പോകുന്നത്. അപ്പോൾ ഇതിൽ സ്ലോപ്പ് എടുക്കുന്ന സമയത്ത് മൊമെൻറ്റിൻ്റെ ഒഴികെ ബാക്കി എല്ലാത്തിലും എന്താണ് പറയുന്നത്? സ്ക്വയർ ആണ് പറയുന്നത്. L സ്ക്വയർ ആണ് പറയുന്നത്. മൊമെൻറ്റിൽ L ആണ് പറയുന്നത്. ഓക്കെ. ഇനി ഡിഫ്ലക്ഷനിലാണെങ്കിലോ L ക്യൂബാണ്. എല്ലാത്തിലും L ക്യൂബാണ് പറയുന്നത്. ഓക്കെ. ഇനി ബാക്കിയെല്ലാം എന്താണ്? ഈ ബൈ EI എല്ലാത്തിലും ഉണ്ട്. ആ ഫ്ലെക്ഷണൽ റിജിഡിറ്റി എല്ലാത്തിലും പറയുന്നുണ്ട്. സോ ബൈ EI എഴുതാലോ. ഓക്കെ. അപ്പം എല്ലാത്തിലും താഴത്തെ പോർഷൻ നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി മുകളിൽ വേറൊന്നുമില്ല, എല്ലാത്തിനും എന്ത് തന്നെയാണ്? W. ആദ്യത്തെ കണ്ടീഷനിൽ മാത്രം M വരും, ബാക്കി എല്ലാത്തിലും എന്ത് തന്നെയാണ് വരുന്നത്? W. ഇനി നോക്കിക്കേ, ഈ ഇക്വേഷൻ അല്ലേ നമ്മൾ മേലിൽ എഴുതിയ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? ഈസി ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ലേ? എങ്ങനെയാ? ആദ്യത്തേത് നോക്കുമ്പോൾ ML/EI, രണ്ടാമത്തെ ഡിഫ്ലക്ഷൻ ML ക്യൂബ് ബൈ ഇവിടെ വരുമ്പം വ്യത്യാസമുണ്ട്. ഇവിടെ ക്യൂബ് ഇട്ട് കളയല്ല, അതായത് എഴുതി വന്നപ്പോൾ മിസ്റ്റേക്കാണ്. ML സ്ക്വയർ ആണ്. ML സ്ക്വയർ പക്ഷേ ബാക്കി എല്ലാത്തിലും ക്യൂബാണ്. മൊമെൻറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. L L സ്ക്വയർ. ML സ്ക്വയർ ബൈ 2EI. അതുപോലെ തന്നെ WL സ്ക്വയർ ബൈ 2EI, WL ക്യൂബ് ബൈ 3I. UDL വരുമ്പോൾ WL സ്ക്വയർ ബൈ 6EI, WL ക്യൂബ് ബൈ 8EI, ദെൻ WL സ്ക്വയർ ബൈ 12EI, WL ക്യൂബ് ബൈ 15EI. അപ്പോൾ ഇത് ഒന്ന് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഇതിപ്പോൾ പറഞ്ഞ നമ്മൾ കാൻഡിലിവർ ബീമിൻ്റെ കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കോൺജുഗേറ്റ് ബീം നമ്മൾ എടുക്കുകയാണെങ്കിൽ, എന്താണ് കോൺജുഗേറ്റ് ബീം എന്ന് ചോദിച്ചാൽ ഇതൊരു ഇമാജിനറി ബീമാണ്. ഈ കോൺജുഗേറ്റ് ബീമിൽ ഷിയർ ഫോഴ്സ് ആണ് നമ്മൾ സ്ലോപ്പായിട്ട് റിയൽ ബീമിൽ എടുക്കുന്നത്. അതുപോലെ തന്നെ കോൺജുഗേറ്റ് ബീമിലുള്ള ബെൻഡിങ് മൊമെൻ്റ് ആണ് നമ്മൾ റിയൽ ബീം എടുക്കുമ്പോൾ ഡിഫ്ലക്ഷനായിട്ട് എടുക്കുന്നത്. ഓക്കെ. ഇനി ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഏതാ? കാൻഡിലിവർ ബീം മാത്രം. ഞാൻ ഇനി പറയാൻ പോകുന്നത് UDL ആണ്. UDL അല്ല, സോറി, സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീം. അപ്പോൾ കാൻഡിലിവർ ആണെങ്കിൽ എങ്ങനെയാണ്? വൺ എൻഡ് ഈസ് ഫിക്സ്ഡ്, അതർ എൻഡ് ഈസ് ഫ്രീ ആണ്. പക്ഷേ സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറയുമ്പം എങ്ങനെയാണ് വരുന്നത്? ഹിഞ്ച്ഡ് സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു എൻഡിൽ റോളർ സപ്പോർട്ടായിരിക്കും, ഒരു എൻഡിൽ ഹിഞ്ച്ഡ്, ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം. സിംപ്ലി സപ്പോർട്ടിൽ ഫസ്റ്റ് ഞാൻ എടുക്കുന്ന സെൻറ്ററിൽ ലോഡ് ആക്ട് ചെയ്തിരിക്കുന്ന കേസ്, അവിടുത്തെ സ്ലോപ്പ് എങ്ങനെയാണ്, അവിടുത്തെ ഡിഫ്ലക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഇതിൽ സിംപ്ലി സപ്പോർട്ടഡിൽ വരുമ്പോൾ ഞാനിപ്പോൾ ഓരോ പോയിന്റ് മാറ്റിയും തിരിച്ചും പറയുന്നില്ല. ഇപ്പോൾ ആദ്യത്തെ കേസ് നോക്കുകയാണെങ്കിൽ തീറ്റ എയും തീറ്റ ബിയും നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടും ഒരേ വാല്യൂ തന്നെയാണ് വരുന്നത്. സോ എങ്ങനെയാണ് നമ്മളിവിടെ എടുക്കുന്നത്? ആ വാല്യൂ എന്ന് പറയുന്നത് WL സ്ക്വയർ ബൈ 16EI, ഡിഫ്ലക്ഷൻ WL ക്യൂബ്, ആ ക്യൂബിൽ വ്യത്യാസമൊന്നുമില്ല, WL ക്യൂബ് ബൈ 48EI. അതുപോലെ അടുത്ത് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് തന്നെ, ദെൻ UDL ആണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെയും എയും ബിയും ഒക്കെ സിമിലർ വാല്യൂ തന്നെയാണ് വരുന്നത്. ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? WL സ്ക്വയർ ബൈ 24EIയും ഇവിടെ WL ക്യൂബ് ബൈ EI. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, 5/384. സ്ഥിരമുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. 5/384 WL ക്യൂബ് ബൈ EI. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. 5/384 WL ക്യൂബ് ബൈ EI. അടുത്ത കേസ് എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് തന്നെ യൂണിഫോംലി വേരിയിങ് ലോഡാണ് വന്നിരിക്കുന്നത്. വേരിയിങ് ലോഡ്, യൂണിഫോംലി വേരിയിങ് ലോഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കണ്ടീഷനിലുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് WL സ്ക്വയർ EI അതുപോലെ എഴുതുക. അതുപോലെ ഇവിടെ വരുന്നത് 5/96 ആണ്. 5/96 WL സ്ക്വയർ ബൈ EI. ദെൻ ഡിഫ്ലക്ഷൻ എളുപ്പമാണ്, WL ക്യൂബ് ബൈ 60EI ആണ് വരുന്നത്. ഇനി ലാസ്റ്റ് ഒരു കണ്ടീഷൻ കൂടെയുണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് തന്നെ, പക്ഷെ ഒരു മൊമെൻ്റ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് AB കണ്ടീഷൻ. അതിൽ തീറ്റ എയും കണ്ടുപിടിക്കണം, തീറ്റ ബിയും നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. തീറ്റ എ മൊമെൻ്റ് ആണ് ML/3EIയും, തീറ്റ ബി എന്ന് പറയുന്ന ML/6EI. ഇനി ഡിഫ്ലക്ഷൻ നമ്മൾ സെൻറ്ററിലെ ഡിഫ്ലക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ML സ്ക്വയർ ബൈ 16EIയും, അതുപോലെ തന്നെ നോർമൽ കേസ് നോക്കുകയാണെങ്കിൽ ML സ്ക്വയർ ബൈ 9√3EI. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണ് എങ്കിൽ 0.064 ML സ്ക്വയർ ബൈ EI എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് സിംപ്ലി സപ്പോർട്ടഡിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പോലെ കോഡ് വേണോ സെറ്റ് ചെയ്തെടുക്കുക. എങ്ങനെ? 1/16, 1/48, 1/24. ഇവിടെ വരുമ്പോൾ വ്യത്യാസമുണ്ട്, 5/384ഉം തൊട്ടടുത്ത് 5/96ഉം, ദെൻ 1/60. ഇത് പക്ഷെ ഒന്ന് ഓർത്തിരുന്നാലേ പറ്റും. നേരത്തെ അത്രയും ഈസി ആയിട്ട് നമുക്കൊരു കോഡ് പോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല.
ഓക്കെ, പിന്നെ നമ്മൾ ഓരോരുത്തർക്കും പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കോഡെന്ന് പറയുമ്പോൾ അതെങ്ങനെയായാലും നമുക്ക് കുറച്ച് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അത് നോക്കാം. വേണമെങ്കിൽ നമുക്കിതിൽ കോഡ് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം 16, 48, 24 ഒക്കെയാണ് വന്നേക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇതിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കോഡ് ചെയ്യാൻ നോക്കാം.